നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കെ ബി ഗണേഷ് കുമാർ CPM-ന് ഇപ്പോൾ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു കെ ബി ഗണേഷ് കുമാർ. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഭർത്താവായിരിക്കുമ്പോൾ, കുടുംബസ്ഥനായിരിക്കുമ്പോൾ മറ്റ് സ്ത്രീകളുമായി അവിഹിതമുണ്ടാക്കിയതിന്റെ പേരിലാണ്. ഇന്നലെ ഗണേഷ് കുമാർ വലിയ വായിൽ ചില വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടു. CPM-ന്റെ സ്ഥിരം ശൈലിയാണത്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയുക. ഇത്തരം അപവാദ കഥകളെയും എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. എന്നാൽ അപവാദത്തിനപ്പുറം ഇത്തരം പ്രശ്നങ്ങളെ ഒരു തത്വചിന്തയുടെ മേമ്മൊടി പുതപ്പിച്ചുകൊണ്ട് പറയുകയാണ് CPM-കാരുടെ ശൈലി. അതുതന്നെയാണ് ഇന്നലെ ആദ്യം ഗണേശനും ചെയ്യാൻ ശ്രമിച്ചത്. ഗണേശൻ തൻ്റെ അവിഹിത ബന്ധങ്ങളെ പ്രണയമെന്നും തനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്നും അത് തൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളാണെന്നും പറഞ്ഞു. ഗണേശൻ മാത്രമല്ല വ്യക്തിപരമായ വിഷയങ്ങളുള്ളത്, ജീവിതത്തിൽ എല്ലാവർക്കുമുണ്ട്. ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ ഗണേശൻ ഉണ്ടാക്കിയ കഥകൾ നമുക്കറിയാവുന്നതാണ്. ഗണേശന്റെ അവിഹിത ബന്ധത്തിലുണ്ടായിരുന്ന സ്ത്രീയെ കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ കഥകൾ മെനഞ്ഞത് ആരാണെന്ന് അങ്ങാടിയിൽ പാട്ടാണ്. അപ്പോഴൊന്നുമില്ലാത്ത വ്യക്തിപരമായ പ്രശ്നങ്ങൾ തൻ്റെ കാര്യം മാത്രം വരുമ്പോൾ എങ്ങനെയാണ് ഗണേശൻ ഉണ്ടാവുക? കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കാരണവും കൂടാതെ രാഷ്ട്രീയവും അല്ലെങ്കിൽ വ്യക്തിപരവും വിശ്വാസവുമായ വിഷയത്തിലൊക്കെ സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നത് കണ്ടു. NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ ഗണേഷ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തീയ വിശ്വാസി കൂടിയാണ് എന്നുള്ളതാണ്. ഏതായാലും ഗണേശൻ സുരേഷ് ഗോപിയെ പള്ളിയിൽ പോയി കഞ്ഞി കുടിച്ചതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന കണ്ടു. ഏതായാലും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം ഗണേശൻ അടിമുടി വ്യാജനാണെന്നാണ്. പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ താൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്ന ഗണേശന്റെ സ്ത്രീ വിഷയങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഗണേശന്റെ പഠനകാലം മുതൽ സിനിമയിലുടനീളം, സിനിമാ കാലഘട്ടത്തിലും അതിനുശേഷം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഗണേശൻ ഈ പെണ്ണുപിടി അവസാനിപ്പിച്ചിട്ടേയില്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് യാമിനി തങ്കച്ചി കരഞ്ഞു പറഞ്ഞ അതേ കാര്യമാണ് ഇന്നലെ ഗണേശന്റെ രണ്ടാം ഭാര്യയും പറഞ്ഞത്. ഏതായാലും ഇപ്പോഴും ഗണേശൻ പറയുന്നത് ഭാര്യയ്ക്ക് ഭ്രാന്തായതുകൊണ്ടാണ് 112 വിളിച്ചത് എന്നാണ്. ഗണേശൻ ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഗണേശന്റെ ഭാര്യ പിണറായി വിജയന്റെ മകളെ വിളിച്ച് കാര്യം പറഞ്ഞതാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്ത് സംരക്ഷണമാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ബിന്ദുവിന് നൽകിയത്? രാഷ്ട്രീയപരമായി ഉപയോഗിക്കില്ല എന്ന വാക്കു മാത്രം മതിയായിരുന്നു പിണറായി വിജയനും വീണ വിജയനും എന്ന് തോന്നുന്നു. ഏതായാലും അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഗണേശൻ മറുപടി പറഞ്ഞേ മതിയാകൂ. കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ലഘൂകരിക്കാൻ വരട്ടെ. വിവാഹം കഴിച്ച ഗണേശൻ 5000 സ്ത്രീകളുമായി പ്രണയമുണ്ടെന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ മോഡലാകേണ്ട ഒരാൾ എങ്ങനെയാണ് തനിക്ക് 5000 പ്രണയമുണ്ടെന്ന് പറയുക? അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്താനുള്ള കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? രാഹുൽ മാങ്കൂട്ടം ഒരു കുടുംബസ്ഥനല്ല, വിവാഹം കഴിച്ച് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുമല്ല. അങ്ങനെയുള്ള ഒരാൾ നടത്തിയ ചില കാര്യങ്ങൾ, അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ വിവാഹിതരുമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ വ്യഗ്രത കാട്ടുകയും എങ്ങനെയാണ് ആ വ്യഗ്രത കാട്ടിയവർ ഗണേശനെ ഇപ്പോൾ സ്വീകരിക്കുന്നത്? ഏതായാലും ഗണേശന്റെ പെണ്ണുപിടി CPM-ന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗണേശൻ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ധാർമ്മിക മര്യാദ. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഗണേശൻ രാജിവെക്കേണ്ട അവസ്ഥയിലെത്തിയത് സ്ത്രീ വിഷയം തന്നെയാണ്. കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് ബിന്ദു പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരുപക്ഷെ പേടിച്ചിട്ടുമാകാം. ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഗണേശൻ ഒരു വൃത്തികെട്ടവനാണ്. ഗണേശനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിന് യോജിച്ചതേയല്ല. രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും ഒക്കെ തന്നോട് ഉപമിക്കാൻ, മാധവിക്കുട്ടിയെയും അതുപോലെ പലരെയും തന്നോട് ഉപമിക്കാൻ ഗണേശൻ കാണിക്കുന്ന വ്യഗ്രത, അത് സത്യം പറഞ്ഞാൽ പുച്ഛമർഹിക്കുന്നതാണ്. ആരെയാണ് ആരുമായി കമ്പയർ ചെയ്യുക? ഗണേശൻ വിവാഹിതനായ ഒരാൾ കാണിച്ച തെമ്മാടിത്തരത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്?